2024 കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം അർജന്റീന വേഴ്സസ് ഇക്വഡോർ. മത്സരത്തിൻ്റെ റെഗുലർ ടൈമിലും അധിക സമയത്തും 1-1 സമനില പാലിക്കുന്നു. മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങിയപ്പോൾ അർജന്റീനയുടെ ആദ്യ കിക്ക് എടുക്കാനെത്തുന്നത് ഇതിഹാസ താരമായ ലയണൽ മെസ്സി. ലയണൽ മെസ്സിയുടെ കിക്ക് ക്രോസ് ബാറിൽ തട്ടി പുറത്തേക്ക് പോകുന്നു. ലയണൽ മെസ്സി എന്ന താരം നിരാശനായി ഗ്രൗണ്ടിലൂടെ തിരിച്ചു നടക്കുന്നു. ഉടൻ തന്നെ ഇക്വഡോറിൻ്റെ ഗോൾ കീപ്പറായ ഡൊമിങ്യൂസ് ലയണൽ മെസ്സിയുടെ അടുത്തേക്ക് ഓടിയെത്തി അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു. ലയണൽ മെസ്സി തിരിച്ചു നടക്കുമ്പോൾ ലയണൽ മെസ്സിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ലയണൽ മെസ്സിയെ സമാധാനിപ്പിക്കാൻ അദ്ദേഹം ഓടിയെത്തുന്നു. പിന്നീട് എമിലിയാനോ മാർട്ടിനസിൻ്റെ സഹായത്തോടു കൂടി അർജന്റീന മത്സരത്തിലേക്ക് തിരിച്ചെത്തുന്നു. അവസാനം അർജന്റീനയുടെ ക്യാപ്റ്റനായിരുന്ന ഓട്ടമെൻഡിയുടെ ഗോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനൽ മത്സരം വിജയിച്ചുകൊണ്ട് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുന്നു. മത്സരം വിജയിച്ച സന്തോഷത്തിൽ അർജന്റീന താരങ്ങളെല്ലാം ആർത്തുല്ലസിക്കുമ്പോൾ എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പർ ഉടൻ തന്നെ ഡൊമിങ്യോസ് എന്ന ഇക്വഡോറിൻ്റെ ഗോൾ കീപ്പറുടെ അടുത്തേക്ക് എത്തി അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുന്നു. മെസ്സി കിക്ക് പാഴാക്കിയപ്പോൾ മെസ്സിയെ സമാധാനിപ്പിക്കാൻ ഓടിയെത്തിയ ഇക്വഡോർ ഗോൾ കീപ്പറെ മത്സരത്തിൻ്റെ തോൽവിയിൽ നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ഓടിയെത്തി അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് നിരവധി തവണ കണ്ടിട്ടുള്ള നല്ല മുഹൂർത്തങ്ങളിൽ ഒന്നിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് അന്നത്തെ ആ ക്വാർട്ടർ ഫൈനൽ മത്സരം അവിടെ അവസാനിച്ചത്.